ഹലോ ഫാമിലി, 10ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദി അർപ്പിക്കുന്നതിനേക്കാൾ അടിയന്തിരമായി മറ്റൊരു കടമയും നമുക്കില്ല. നമ്മുടെ മുഴുവൻ ഹൃദയത്തോടും മറ്റൊരാൾക്ക് എന്ത് നൽകിയാലും അത് 100 മടങ്ങായി നമ്മളിലേക്ക് തിരിച്ചെത്തുമെന്ന് പൗരാണിക ആത്മീയ പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും സ്വീകരിക്കുന്ന എന്തിനും നമ്മൾ നന്ദി പറയേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതിന് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള കഴിവുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ശക്തമായ ഊർജ കലവറയാണ്. ഗ്രാറ്റിറ്റ്യൂഡ് ഊർജം തിളങ്ങുന്ന മാന്ത്രിക പൊടി പോലെയാണ്. നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച എന്തിൻ്റെയെങ്കിലും പേരിൽ ആർക്കെങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് അർപ്പിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ തിളങ്ങുന്ന മാന്ത്രിക പൊടി അവരുടെ മേൽ വിതറുകയാണ് എന്ന് വിചാരിക്കുക. മാന്ത്രിക പൊടിയിലെ ശക്തമായ പോസിറ്റീവ് എനർജി നിങ്ങൾ വിതറുന്നത് ആരുടെ മേലാണോ അവരെ അത് ബാധിക്കുന്നുണ്ട്. പ്രതിദിനം നിരവധി പേരുമായി നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അത് ഫോണിലൂടെ ആയിരിക്കാം, ഇമെയിലിലൂടെ ആയിരിക്കാം, നേരെയായിരിക്കാം, ജോലി സ്ഥലത്ത്, റെസ്റ്റോറൻറ്റിൽ, സ്റ്റോറിലോ, എലിവേറ്ററിലോ, ബസ്സിലോ, ട്രെയിനിലോ എവിടെയെങ്കിലും വെച്ച് ആളുകളെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ടാകാം. പലപ്പോഴും നമ്മൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ നമ്മൾ കൃതജ്ഞത അർഹിക്കുന്നവരാകാം. എന്തെന്നാൽ നമ്മൾ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സേവനം ഒരു ദിവസം നൽകുന്ന ആളുകളെ പറ്റി ചിന്തിക്കുക. ഉദാഹരണത്തിന് സ്റ്റോറുകളിലും റെസ്റ്റോറന്റുകളിലും ജോലി ചെയ്യുന്നവർ, കസ്റ്റമർ സർവീസിലുള്ളവർ, ശുചീകരണ തൊഴിലാളികൾ, അങ്ങനെ ഒരുപാട് ആളുകൾ. സേവന വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളെ സേവിക്കാൻ അവരെ തന്നെയാണ് സമർപ്പിക്കുന്നത്. നിങ്ങൾ അവരുടെ സേവനം സ്വീകരിക്കുന്നു. അവരുടെ സേവനത്തിന് പകരമായി നിങ്ങൾ നന്ദി പറയുന്നില്ലെങ്കിൽ, നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് തടയുക കൂടിയാണ് ചെയ്യുന്നത്. നമ്മുടെ തെരുവുകൾ, പൊതു ശൗചാലയങ്ങൾ, ട്രെയിനുകൾ, ബസ്സുകൾ, വിമാനങ്ങൾ, ആശുപത്രികൾ, റെസ്റ്റോറന്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ എല്ലാം വൃത്തിയാക്കുന്ന ലോകത്തുള്ള എല്ലാവരോടും നമുക്ക് ചിലപ്പോൾ അവരോട് നേരിട്ടിട്ട് നമുക്ക് നന്ദി പറയാനൊന്നും കഴിയണമെന്നില്ല. പക്ഷേ അവരുടെ അടുത്തുകൂടെ അടുത്ത പ്രാവശ്യം നടന്നു പോകുമ്പോൾ അവർക്ക് മേലിൽ മാന്ത്രിക പൊടി വിതറുന്നതായിട്ട്, അത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാന്ത്രിക പൊടി വിതറുന്നതായിട്ട് നിങ്ങൾ ഇമാജിൻ ചെയ്യുക. എല്ലാവരോടും ദയയുള്ളവരായിരിക്കാൻ ശ്രമിക്കുക. എന്തെന്നാൽ നിങ്ങൾ കണ്ടുമുട്ടുന്നവർ ദുഷ്കരമായ യുദ്ധത്തിൽ പോരടിക്കുന്നവർ ആയിരിക്കാം. നിങ്ങൾ ആരോടെങ്കിലും ഫോണിൽ നന്ദി പറയുകയാണെങ്കിൽ വെറുതെ ഒരു നന്ദി വാക്ക് പറയുന്നതിന് പകരം നിങ്ങൾ എന്തുകൊണ്ട് അതിൽ നന്ദിയുള്ളവരായിരിക്കുന്നു എന്ന കാരണം പറയുക. ഉദാഹരണത്തിന്, നിങ്ങളുടെ സഹായത്തിന് നന്ദി എന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം ചേർത്ത് പറയുക, എനിക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചതിന് നന്ദി, നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് സമയം തന്നതിന് നന്ദി, എനിക്ക് വേണ്ടി സാഹചര്യങ്ങളെ മാറ്റിയതിന് നന്ദി, ഞാൻ താങ്കളോട് നന്ദിയുള്ളവനായിരിക്കും എന്ന് പറയാം. ഈ ലളിതമായ കാര്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. മാന്ത്രിക പരിശീലനം, മാജിക് പ്രാക്ടീസ്, 10ാം ദിവസത്തിലെ പരിശീലനങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും മാന്ത്രിക ധൂളി എന്നാണ് ഈ ഒരു മാന്ത്രിക പ്രാക്ടീസിന്റെ പേര്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുക. 10 അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക. നിങ്ങൾ എന്തുകൊണ്ട് കൃതജ്ഞത ഉള്ളവനായിരിക്കുന്നുവെന്ന് എഴുതുക. പട്ടിക വീണ്ടും വായിക്കുക. ഓരോ അനുഗ്രഹത്തിനും ഒടുവിലായി നന്ദി 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 എന്ന് എഴുതുക. ആ അനുഗ്രഹത്തിന്മേൽ കഴിയാവുന്നത്ര ഗ്രാറ്റിറ്റ്യൂഡ് ഉൾക്കൊള്ളുക. രണ്ടാമതായി, ഇന്ന് നിങ്ങൾക്ക് ഗുണകരമായ സേവനം ചെയ്ത 10 പേർക്ക് മേൽ മാന്ത്രിക ധൂളി വിതറുക. നേരിട്ടോ മനസ്സുകൊണ്ടോ അവരുടെ സേവനത്തിന് നന്ദി പറയുക. അവരോടും അവർ ചെയ്ത സേവനത്തോടും അത്യധികം നന്ദി പ്രകാശിപ്പിക്കുക. മൂന്നാമതായി, ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിനു മുമ്പ് നിങ്ങളുടെ കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് അന്നേ ദിവസം നിങ്ങൾക്കുണ്ടായ ഏറ്റവും നല്ല കാര്യത്തിന് നന്ദി പറയുക. നിങ്ങളിലേക്ക് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി വന്നു ചേരട്ടെ. നിങ്ങൾക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാകാവുന്നതാണ്. അതിനായി വാട്സപ്പ് കമ്മ്യൂണിറ്റി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഓൺലൈൻ കോഴ്സുകൾ നടത്തി വരുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായമായി കമന്റ് ബോക്സിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളിലേക്ക് ധാരാളം ഐശ്വര്യങ്ങൾ വന്നു ചേരട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.